കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ക്ലബ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആരാധകരും ചൂണ്ടിക്കാണിക്കുന്ന പേര് തന്നെയാണ് ഇവാൻ വുക്കോമനോവിച്ച് എന്ന സെർബിയൻ പരിശീലകൻ്റെ പേര്. കേരള ബ്ലാസ്റ്റേഴ്സിനെ 3 വർഷത്തോളം അദ്ദേഹം പരിശീലിപ്പിക്കുകയും ആ 3 സീസണിലും പ്ലേ ഓഫിൽ എത്തിക്കുകയും ആദ്യത്തെ സീസണിൽ തന്നെ, അതായത് ISL അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്ത് ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കി ആ ഒരു സീസണിൽ തന്നെ ISLിലെ ആ ഒരു ഫൈനലിലേക്ക് ടീമിനെ നയിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ചയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന 2 സീസണിലും പരിക്കുകൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് നോക്കൗട്ട് മത്സരങ്ങളിൽ കഴിഞ്ഞ് അങ്ങോട്ടൊരു ഫ്രണ്ടിലോട്ട്, അതായത് സെമി ഫൈനലിലേക്ക് കയറുവാനായിട്ട് സാധിക്കാതെ വന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം പുറമെ ISLിൻ്റെ 9ാം സീസണിൽ നടന്ന പ്രശ്നങ്ങളും, അതായത് ബംഗളൂരു FC നടന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരിശീലിപ്പിച്ച പരിശീലകൻ, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ നേടിയത് ഈ ഒരു പരിശീലകൻ്റെ കീഴിലാണ്. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ളതും ഈ ഒരു പരിശീലകൻ്റെ കീഴിലാണ്. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് മൊത്തത്തിലുള്ളത്. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു പരിശീലകനാണ് ഇദ്ദേഹം, അതായത് സെർബിയൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞാൽ ISLിലെ മറ്റൊരു ക്ലബ്ബുകളെയും പരിശീലിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റൊരു ക്ലബ്ബുകളെയും പരിശീലിപ്പിക്കത്തില്ല എന്ന് ഇദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ISLിൽ നിന്നും ഒക്കെ തന്നെ പല ക്ലബ്ബുകളുടെയും ഓഫർ ഉണ്ടായിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിലവിൽ ചെന്നൈയിൻ FCയിൽ നിന്നും മുംബൈ സിറ്റി FCയിൽ നിന്നും ഒക്കെ ഓഫർ ഉണ്ടായിരുന്നൊരു കാര്യമൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അതിനെല്ലാം പുറമെ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം, അതല്ല എന്നുണ്ടെങ്കിൽ പ്രശസ്ത കമൻറ്റേറ്റർ ആയിട്ടുള്ള ഷൈജു ദാമോദരൻ പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISLിലേക്കല്ല അദ്ദേഹം, മറിച്ച് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ടോപ്പ് ടയർ, ഇന്ത്യൻ നാഷണൽ ടീമായിട്ടുള്ള ടോപ്പ് ടയറിലേക്ക് ആ ഒരു സ്ഥാനക്കയറ്റത്തിലേക്ക് ഇവാൻ വുക്കോമനോവിച്ചിനെ പരിഗണിക്കുന്നു എന്നാണ് നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലകനാകുവാനായിട്ടാണ് ഇവാൻ വുക്കോമനോവിച്ചിനെ നിലവിൽ പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ISL നിലവിൽ FC ഗോവയെ പരിശീലിച്ചുകൊണ്ടിരുന്ന മനോലോ മാർക്കസ് ആയിരുന്നു, അതായത് സ്പാനിഷ് പ്രൊഫഷണലായിട്ടുള്ള ഇദ്ദേഹമായിരുന്നു ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യൻ ടീം പരിശീലനം ആരംഭിച്ച ശേഷം വളരെ മോശം പ്രകടനം തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടെ പറയുന്നു, ഹോങ്കോങ്ങിനെതിരെ വരെ ആ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ പരാജയപ്പെടുന്ന കാഴ്ച വളരെയധികം ദയനീയമായിട്ടുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇവാൻ വുക്കോമനോവിച്ചിനെ നിലവിൽ പരിഗണിക്കുന്നത് നമ്മുടെ നിലവിലെ ഇന്ത്യൻ പരിശീലനമായിട്ടുള്ള മനോലോ മാർക്കസ് ഈ ഒരു ദേശീയ ടീം വിടുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഏറി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. സോ ഇന്ത്യയിൽ നിന്നും അദ്ദേഹത്തിന്, അതായത് ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഓഫർ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിനെല്ലാം പുറമെ സെർബിയൻ Under-21 ദേശീയ ടീമിലേക്കും അദ്ദേഹത്തിന് ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതായിരിക്കും തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തൻ്റെ അടുത്ത പ്ലാനായിട്ട്, അല്ലെങ്കിൽ അടുത്ത ലക്ഷ്യം ഏതായിരിക്കുമെന്ന് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സോ ഇന്ത്യൻ മണ്ണിൽ നിന്നും, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഓഫർ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് തന്നെ ഷൈജു ദാമോദരൻ പറയുന്നുണ്ട്. അതിനെല്ലാം പുറമെ അദ്ദേഹം ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നൊരു കാര്യം, വേറൊരു ആവശ്യത്തിന് വേണ്ടി കേരളത്തിലെത്തുമെന്നൊരു കാര്യവും നിലവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സോ എന്തൊക്കെ വന്നാലും ISL ഫോളോ ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തങ്ങളുടെ ആ ഒരു ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകൻ നിലവിൽ ഇന്ത്യൻ ടീമിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും വളരെയധികം സന്തോഷമായിരിക്കും ആരാധകർക്ക് ഉണ്ടാകുന്നത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇനി എന്താണ് നടക്കുവാനായിട്ട് പോകുന്നതെന്ന്. ഒരു പക്ഷേ ഇവാൻ വുക്കോമനോവിച്ച് അടുത്ത ഇന്ത്യൻ പരിശീലകനാവാനുള്ള സാധ്യതകൾ വളരെയധികം ഏറി നിൽക്കുകയാണ്. സോ എങ്കിൽ പോലും പല ആരാധകരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോലോ മാർക്കസിന് പകരം ഇവാൻ വുക്കോമനോവിച്ചിനെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു മികച്ച പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുന്നതാണ് എന്നാണ്. കാരണം ISLിൽ വളരെയധികം മികവേറി നിന്നൊരു പരിശീലകനായിരുന്നു മനോലോ മാർക്കസ്. അദ്ദേഹം ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് വന്നപ്പോൾ ഒരു വലിയൊരു ഫെയിലിയർ തന്നെ ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടാണ്. സോ ISLിൽ പരിശീലിപ്പിച്ചിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകനെ ഒരു ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലക ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉറപ്പായും ഉയർന്നു കേൾക്കാൻ സാധിക്കുന്ന ഒരു വിമർശനം തന്നെയാണിത്. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കണ്ടു തന്നെ അറിയേണ്ടതാണ്, ഇദ്ദേഹം ഇന്ത്യൻ പരിശീലകനാവുമോ അതോ ഇനി സെർബിയയിൽ Under-21 നാഷണൽ ടീമിൻ്റെ യൂറോ കപ്പ് നടക്കുവാനായിട്ട് പോവുകയാണ്. അത് സെർബിയയിൽ വെച്ച് നടക്കുന്നതിനാൽ തന്നെ അദ്ദേഹം ആ ഒരു ഓഫർ സ്വീകരിക്കുവാനായിട്ടുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇദ്ദേഹം വരുമോ എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ.